ബിജു ക്യാമറ റെഡിയാണോ? വൈറ്റ് ബാലൻസ് കിട്ടുന്നില്ലടാ. അതിന് വൈറ്റിലേക്ക് വല്ലതും ചെന്നാലടാ ബാലൻസ് കിട്ടൂ. റെഡി. എങ്കിൽ തുടങ്ങാം. ഓക്കെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേറിടാത്ത കാഴ്ചകൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് സൂപ്പർ ഡൂപ്പ് താരങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന മെഗാ ഷോയുടെ വേദിക്ക് മുന്നിലാണ്. നാടെങ്ങും ക്രിസ്തുമസിനെയും പുതുവത്സരത്തെയും വരവേൽക്കാൻ ആവേശത്തോടെ നിൽക്കുമ്പോൾ മറുഭാഗത്ത് എൻഡോസൾഫാൻ എന്ന കീടനാശിനിയുടെ മാരക വിഷബാധയേറ്റ് പുഴുക്കളെപ്പോലെ ജീവിതം തള്ളി നീക്കുകയാണ് ചില മനുഷ്യജീവനുകൾ. രോഗബാധയേറ്റ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടിയാണ് സൂപ്പർ ഡൂപ്പ് താരങ്ങൾ ഇന്ന് ഈ മെഗാ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രോഗ്രാം കാണുന്നതിന് വേണ്ടി ഒരുപാട് പേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചേട്ടാ ഒരു മിനിറ്റ്. എന്താടാ മോനെ? ചേട്ടാ, എൻഡോസൾഫാനെ കുറിച്ച് എന്താണ് ചേട്ടന്റെ അഭിപ്രായം? എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. എന്താണ് കാരണം? അതിന് വരയൊക്കെ കുറവാ മോനെ. വരയോ? അതെ മോനെ, എപ്പോ വിളിച്ചാലും പരിധിക്ക് പുറത്താന്നേ പറയൂ. പരിധിക്ക് പുറത്തോ? എന്താ ചേട്ടൻ ഈ പറഞ്ഞത്? അതെ മോനെ, റേഞ്ച് ഉണ്ടാവില്ലാന്ന്. റേഞ്ചോ? ചേട്ടൻ എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്? നീ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ എന്തോ ഒരു സെൽഫോണിനെ കുറിച്ച്. എന്റെ പൊന്നു ചേട്ടാ, എന്തോ ഒരു സെൽഫോൺ അല്ല, എൻഡോസൾഫാൻ എന്ന കീടനാശിനിയെ കുറിച്ചാ ഞാൻ ചോദിച്ചത്. എന്ത്? എന്റെ പൊന്നു ചേട്ടാ, കീടനാശിനി. എന്തോന്ന്? കീടനാശിനിന്ന്. എന്റെ ഇരട്ട പേര് വിളിക്കുന്നോടാ. പണ്ട് ഞാൻ കീടനൊക്കെ അടിക്കുമായിരുന്നു. എന്റെ മകൻ ഗൾഫിൽ പോയതിനു ശേഷേ ഞാൻ അല്പം കൂടിയ സാധനമേ അടിക്കൂ, കേട്ടോടാ. കണ്ടില്ലേ, എൻഡോസൾഫാൻ എന്ന കീടനാശിനിയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന അപകടത്തെ തിരിച്ചറിയാത്ത ഒരുപാട് പേർ നമുക്കിടയിലുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവാണ് എനിക്കിപ്പോൾ അനുഭവപ്പെട്ടത്. ഏതായാലും നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ഷോ തുടങ്ങാൻ സമയമായി. ഷോയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. വാച്ച് ഇറ്റ്. നമസ്കാരം, ഏവർക്കും സൂപ്പർ ഡൂപ്പ് താരങ്ങൾ അണിനിരക്കുന്ന ഈ മെഗാ ഷോയിലേക്ക് സ്വാഗതം. മരിച്ചിട്ടും മലയാളികളുടെ മനസ്സിൽ ഇന്നും മങ്ങാതെ നിൽക്കുന്ന മലയാള സിനിമയുടെ മറക്കാനാവാത്ത പൗരുഷത്തിന്റെ ആ താരം ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ എന്ന ശ്രീ ജയൻ. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 30 വർഷക്കാലമായി. ആ അതുല്യനായ കഥാപാത്രത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ജയൻ സാറിന്റെ ഒരു ഗാനരംഗം നിങ്ങൾക്ക് മുന്നിൽ. ലോക പ്രശസ്ത മാജിഷ്യൻ ശ്രീ മുതുകാട് അവതരിപ്പിക്കുന്ന ഒരു സൂപ്പർ മാജിക് ഷോയാണ്. നമസ്കാരം. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ദുഃഖിക്കുന്നവർക്ക് അല്പം സ്വാതന്ത്ര്യം ഏകാൻ വേണ്ടിയാണല്ലോ. അതിനുവേണ്ടി അങ്കിൾ ഒരു മാജിക് കാണിക്കും, റൈറ്റ്? അങ്കിളുടെ കയ്യിൽ ഒരു ബ്ലാക്ക് ഷാൾ ഉണ്ട്. ഈ ഷാള് ദുഃഖത്തിനെ കാണിക്കുന്നു, റൈറ്റ്? ഇതിൽ അങ്കിൾ വർണ്ണങ്ങൾ ചേർക്കാൻ പോകുകയാണ്, സ്വപ്നങ്ങൾ ചേർക്കാൻ പോകുകയാണ്, റൈറ്റ്? ഈ മാജിക്ക് അങ്കിളുടെ കയ്യിൽ ഒരു ബ്ലാക്ക് ഷാൾ ഉണ്ട്. ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പോകുകയാണ്, റൈറ്റ്? പ്ലീസ് ലിസൺ ദിസ് മിറക്കിൾ. വാച്ച് ഇറ്റ്. അടുത്തതായി ഒരു ഭീകരമായ ഒരു മാജിക്കാണ്. അങ്കിളിന്റെ തന്നെ ജീവൻ പണയപ്പെടുത്തിയാണ് അങ്കിൾ ഈ മാജിക് കാണിക്കുന്നത്, റൈറ്റ്? പ്ലീസ് ലിസൺ ഇറ്റ്. സിനിമാ ലോകത്തെ പ്രതിസന്ധിക്ക് കാരണം വ്യാജ സീഡികളുടെ അതിപ്രസരമാണ്. അവസാനമായി ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് വ്യാജ സീഡികളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സ്കിറ്റാണ്. വാച്ച് ഇറ്റ്.
പരിപാടി ഇവിടെ നിർത്താൻ പോവാ. എടോ എന്ത് ചെയ്തിട്ട് എന്താടോ കാര്യം? മൊത്തം വ്യാജ സീഡി ഇറങ്ങല്ലേ, ഈ പരിപാടി ഞാൻ നിർത്താൻ പോവാ. ശരിയായി, വ്യാജ സീഡി എന്ന് പറയുന്ന സാധനം ഇറങ്ങിയ സ്വസ്ഥതയില്ല. സാറിന്റെ കഴിഞ്ഞ സിനിമ ഓടിയായിരുന്നു. ഓടിയായിരുന്നു ഒന്ന് ഒടുക്കത്തോട്ടല്ലായിരുന്നാ. ഇന്നൊരു തിയേറ്ററിലാണെങ്കിൽ നാളെ വേറെ തിയേറ്ററിൽ. മണിക്കൂർ ഒരു തിയേറ്ററിൽ ഓടുള്ളൂ, അപ്പത്തിന് അടുത്ത തിയേറ്ററിലേക്ക് വിടുവല്ലേ. അങ്ങനെ ഓടി ഓടി എന്തിനു പറയണ്, ഒരാഴ്ച കൊണ്ട് കേരളം മുഴുവൻ ഓടി. അവസാനം ഗതിയില്ലാണ്ടായപ്പോ ഒരു പെട്ടിയുടെ ഉള്ളിലാക്കിയിട്ട് ഞാൻ അറബിക്കടൽ ഒഴുകി കളഞ്ഞു. അതല്ല സാറേ ചോദിച്ചത്, സാറിന്റെ സിനിമ കണ്ടോന്നാ ചോദിച്ചത്. എന്റെ സിനിമ, കഴിഞ്ഞ സിനിമ. അതല്ല രസം. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിന്റെ മുമ്പിലെത്തി. അപ്പൊ ആണ്ട്രാ തിയേറ്ററിന്റെ വാതിക്കൽ എന്റെ സിനിമ വ്യാജ സി ഡി വിൽക്കണ്. ഞാൻ പിന്നെ 20 രൂപയും കൊടുത്തൊരു സി ഡി മേടിച്ച് എന്റെ വീട്ടിൽ പോയിരുന്ന അടിപൊളിയായിട്ടിരുന്ന് കണ്ട്. ഇത് എന്നാ പരിപാടിയാ സാറേ? പിന്നെ എനിക്ക് ഭ്രാന്തല്ലേ കാശ് കൊടുത്ത് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഓടാടുന്നു. എടോ അതല്ല എനിക്ക് മനസ്സിലാവാത്തത്, ഈ വ്യാജ സി ഡി ഇറക്കണവൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ പൊന്നു സാറേ, അതാരാന്ന് സാറിന് അറിയത്തില്ലയോ? ഇല്ല, ആരാ? കയ്യിൽ നഖമൊക്കെ നീട്ടി വളർത്തി, കണ്ണുഷി കൊണ്ട് ഇറ വരച്ച്, അയ്യോ കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് നടന്നു വരുന്ന ദുർമന്ത്രവാദി. ആരാത്? ദിഗംബരൻ. ദിഗംബരൻ, ദിക്കിനെ അമ്പരമാക്കുന്നവൻ ദിഗംബരൻ. ആയില്യം നക്ഷത്രം, അമാവാസിയിൽ ജനനം. ഈ നാലുകെട്ടിൽ എന്റെ കർമ്മങ്ങളുമായി കഴിയുന്ന ഒരു പാപം സ്വാധികനാണ്. പണം മുടക്കാതെ പണം സമ്പാദിക്കണം, അതാണ് എന്റെ ലക്ഷ്യം. അതിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് വ്യാജ സി ഡി നിർമ്മാണമാണ്. അത് നേടിയെടുക്കണമെങ്കിൽ സിനിമാ താരങ്ങളെ എന്റെ അടിമകളാക്കണം. അതിനെ പറ്റിയ ആയുധം പെണ്ണാണ്. എവിടെയാ സുന്ദരി? ആ ത്രിലോക സുന്ദരി വരട്ടെ. അനസൂയെ, ഇപ്പോൾ മുതൽ നീ എന്റെ അടിമയാണ്. ഞാൻ പറയുന്ന താരങ്ങളെ പല രൂപത്തിലും ഭാവത്തിലും പോയി നിന്നിൽ ആകൃഷ്ടരാക്കി എന്റെ മുന്നിൽ എത്തിക്കണം. അതിനുള്ള കഴിവ് ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ CI ശങ്കരനാരായണൻ. നിലവറയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കാതെ ഇറങ്ങി വാടാ. അവസാനം നീ വന്നു അല്ലേ? ദിഗംബര, എടാ വീരത്വം മേടിഞ്ഞ ആണുങ്ങളെ പോലെ നേർക്ക് നേരെ വന്നൊന്ന് പോരാടി നോക്കടാ മുന്നേ. അതാടാ ആണത്വം. ഞാനിതാ നിന്റെ മുന്നിൽ അവതരിച്ചു കഴിഞ്ഞു. നിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്റെ മന്ത്രങ്ങൾ ഉപയോഗിച്ച് നിന്നെ ഞാൻ നശിപ്പിക്കാൻ പോകുന്നു. നീ എന്നെ ഒരു ചൂക്കും ചെയ്യില്ല. നിന്നെ തളയ്ക്കാൻ വേണ്ടി ഞാനൊരു സിൽസില മന്ത്രവുമായിട്ടാടാ ഇവിടെ എത്തിയിട്ടുള്ളത്. ചിരിക്കണ്ട. എന്റെ സിൽസില മന്ത്രത്തിന്റെ ശക്തി നീ ഇപ്പോൾ അനുഭവിക്കും. കാണൂ. അനസൂയെ, അവരെ തുറന്നു വിടൂ. മുടക്കിയെടുക്കുന്ന സിനിമ എന്ന വ്യവസായത്തിന് പിന്നിൽ ഒരുപാട് പേരുടെ വിയർപ്പും ചിന്തയും കഷ്ടപ്പാടും ഉണ്ടടാ. അതിനെ ഒറ്റയടിക്ക് തകർക്കാൻ നോക്കിയാൽ സമ്മതിക്കില്ലടാ ഈ CI ശങ്കരനാരായണൻ. കോടികൾ മുടക്കിയുണ്ടാക്കുന്ന സിനിമയുടെ വ്യാജ സീഡികളെ നമുക്ക് ഉപേക്ഷിക്കാം. അങ്ങനെ സിനിമാ ലോകത്തെ നമുക്ക് രക്ഷിക്കാം. ഇനി നിങ്ങൾക്ക് ധൈര്യമായി അടിച്ചു പൊളിക്കാം. ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. നടക്കട ഇങ്ങോട്ട്. അങ്ങനെ സൂപ്പർ ഡൂപ്പർ താരങ്ങളുടെ ഷോ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഷോയിൽ നിന്ന് ലഭിച്ച ഫണ്ട് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ എത്താമെന്ന് പറഞ്ഞിരുന്നെങ്കിലും എത്തിയിട്ടില്ല. അദ്ദേഹം എത്താത്തതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ? കഴിഞ്ഞ 3 ഷോയിലും ഫണ്ട് ഏറ്റുവാങ്ങാൻ അദ്ദേഹം വരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും വന്നില്ല.
ഈ ഷോയ്ക്ക് അദ്ദേഹം വരുമെന്ന് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു. അദ്ദേഹം വരാത്തതിൽ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്.